ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 300 ഗ്രാം മട്ടൻ്റെ എല്ലാണ് കൂടുതലായിട്ടുള്ളത്. അതിനോട് കൂടെ കുറച്ച് മീറ്റും കൂടെ ഉണ്ട്, പക്ഷേ കൂടുതൽ എല്ലാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 300 ഗ്രാമൊക്കെ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ എല്ലുള്ള പീസ് എടുക്കുക, അതുപോലെ കൈയുടെ കാലിൻ്റെ പീസ്, അതുപോലെ റിബിൻ്റെ പീസ്, അതൊക്കെയാണ് മട്ടന് സൂപ്പിന് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഒരു 4 ചെറിയുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മട്ടനൊക്കെ വെന്ത് വരുമ്പോഴേക്കും നല്ല പോലെ അതിൽ വെന്ത് ഉടയും. പിന്നെ എരിവിനായിട്ട് ഞാനിവിടെ കുരുമുളകൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. കുരുമുളക് പൊടിയല്ല, ചതച്ച് തന്നെ എടുക്കുക. 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലിയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ ഒരു 4 കപ്പ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ആദ്യത്തെ ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് മട്ടനൊക്കെ നല്ല പോലെ വെന്ത്, അതിൻ്റെ എല്ലൊക്കെ നല്ല പോലെ വെന്ത് നല്ല പാകമായിട്ട് വരുള്ളൂ. അപ്പോൾ അത് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഒരു വിസിൽ വന്നാൽ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. ഇപ്പോഴേ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ എയറൊക്കെ പോയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയിട്ടുള്ളത് നല്ല പോലെ വെന്തിട്ടുണ്ട്. മട്ടൻ്റെ എല്ലൊക്കെ നമുക്കിങ്ങനെ കടിച്ച് കഴിക്കാം, അത്ര സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളിട്ട ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി അതൊക്കെ നല്ല പോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട് ആ ഒരു വെള്ളത്തിൽ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ ഒരു സമയത്ത് കുറച്ച് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കാരണം ഈ ഒരു സമയത്ത് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 മിനിറ്റ് ചൂടായി എല്ലാം ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് വറവിടണം. അതിനായിട്ട് ഞാനൊരു ചെറിയൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു പാനാണിത്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യിലാണ് നമ്മൾ ഈ ഒരു സൂപ്പ് വറവിടുന്നത്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ ഈ നെയ്യൊക്കെ നല്ല പോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 8 മുതൽ 10 ചെറിയുള്ളി ഒന്ന് കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരും ഈ ഒരു സമയത്ത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി നല്ല ബ്രൗൺ കളറാണ്, പക്ഷേ കരിഞ്ഞു പോയത് കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇത്ര ആയാൽ മതി. ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സൂപ്പിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. ആ നെയ്യിലൊക്കെ കിടന്ന് നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുള്ള ഒരു ചെറിയുള്ളിയുടെ നല്ലൊരു മണം കൂടെ അതിലേക്ക് വരുമ്പോഴാണ് ആ സൂപ്പ് കംപ്ലീറ്റ് ആവുന്നത്. അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സൂപ്പാണിത്. അപ്പോൾ എന്തായാലും നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചൂടോടെ തന്നെ കുടിക്കാം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ നിങ്ങൾ ഈ സൂപ്പ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.